പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വിജയൻ്റെയും മകളുടെയും വീട്ടിൽ റെയ്ഡ് നടത്താൻ പൊടുന്നനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നത് ഒട്ടൊന്നുമല്ല പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ ഞെട്ടിച്ചത്. അതിന് കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി വിജയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശം മാത്രമേ മോദി സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. എത്ര കേസുകളിൽ നിന്നാണ് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയത്? ലാവ്ലിൻ കേസ് എവിടെ പോയി അസ്തമിച്ചു എന്ന് ആർക്കും അറിയില്ല. സുപ്രീം കോടതിയുടെ ബെഞ്ചിൻ്റെ മുന്നിൽ പോലും ലാവ്ലിൻ കേസ് വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ പിടിക്കാമായിരുന്നു, ഒന്നും ചെയ്തില്ല. ഡോളർ കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ പിടിക്കാമായിരുന്നു, ഒന്നും ചെയ്തില്ല. 2023 ഈ മാസപ്പടി കേസ് ഉത്ഭവിക്കുന്നത്. അതിൻ്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കരിമണൽ കർത്താവിൻ്റെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 25 തവണയാണ് മാറ്റിവെച്ചത്. 25 തവണ. അപ്പോൾ ആ നിലയിൽ അതുപോലെ തന്നെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കർത്താവിൻ്റെ കമ്പനി കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ഏതാണ്ട് 1-2 വർഷമായി കേരള ഹൈക്കോടതിയിൽ മരവിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമായൊരു കാര്യം എന്തായിരുന്നു? പിണറായി വിജയനെ അല്ലെങ്കിൽ വിജയനെ ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പെടാപ്പാടുപെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കേസ് വിജയനെതിരായിട്ടുള്ള ഒരു കേസും അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പൊടുന്നനെ വിജയൻ മുഖ്യമന്ത്രി അല്ലാതായി മാറിയതോടുകൂടി ED സടകുടഞ്ഞ് എഴുന്നേൽക്കുക. ഞെട്ടിക്കുന്നൊരു വേഗതയാണ് ED അന്വേഷണത്തിൽ ഇപ്പം ഉണ്ടായിരിക്കുന്നത്. മെയ് 26-നാണ് ഈ മാസപ്പടി കേസിൽ ED അന്വേഷണം തടയണമെന്നുള്ള കേസിൽ ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ആ കേസിൽ EDയുടെ ED അന്വേഷണത്തിനെതിരായിട്ടുള്ള സ്റ്റേ എടുത്തു മാറ്റണം എന്ന് അതിശക്തമായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ വാദിച്ചത്. ഹൈക്കോടതി ആ സ്റ്റേ എടുത്തു മാറ്റി. സ്റ്റേ എടുത്ത് മാറ്റിയതിൻ്റെ തൊട്ടു പിറ്റേന്നാണ് നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തുന്നത്. വിജയൻ്റെയും മകളുടെയും തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ, വിജയൻ്റെ തായ്ക്കണ്ടി പാണ്ഡ്യാലമുക്കിലുള്ള തറവാട്ട് വീട്ടിൽ, വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ പൊടുന്നനെ ED ചാടി എഴുന്നേറ്റ് സടകുടഞ്ഞെഴുന്നേറ്റ് റെയ്ഡുമായി വരുന്നു. ഇതെന്താണ് ഇങ്ങനൊരു മാറ്റം? വിജയനെ കഴിഞ്ഞ 5 വർഷത്തിലധികമായി ചിറകിനടിയിൽ വെച്ച് സൂക്ഷിച്ചിരുന്ന കേന്ദ്ര ഏജൻസികൾ, വിജയനെ പൂർണ്ണമായും സുരക്ഷിതനാക്കി നിർത്തിയിരുന്ന കേന്ദ്ര ഗവൺമെൻറ് പൊടുന്നനെ വിജയനും മകൾക്കുമെതിരെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള ചർച്ച വ്യാപകമായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, കേരളത്തിൽ BJPയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ കാഴ്ചപ്പാട് സംബന്ധിച്ചിട്ട് ഒരുപാട് തർക്കവിതർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി BJP എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കോൺഗ്രസ് മുക്തമാകണം കേരളം, കേരളത്തിൽ കോൺഗ്രസ് തകരണം, കോൺഗ്രസ് തകരുമ്പോൾ ആ സ്പേസിലേക്ക് BJP വരും, അങ്ങനെ CPM ഭരണപക്ഷവും BJP പ്രതിപക്ഷവുമാകും, അടുത്ത ഘട്ടത്തിൽ BJP ഭരണപക്ഷമാകും. ഇതായിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കേരളത്തിലുള്ള സമീപനം. കേരളത്തിനെ കോൺഗ്രസ് മുക്തമാക്കണം. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ 5 വർഷം നടത്തിയത്. ഇതെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ നിയമസഭ 2026 ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ BJPക്ക് മനസ്സിലായത് എന്താ? നമുക്കറിയാം, 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് 3 സീറ്റ് കിട്ടി. ഒരു സീറ്റും കിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അതിൽ 2 സീറ്റ് കഷ്ടിച്ച് ജയിച്ചു. ചാത്തന്നൂർ സാമാന്യം മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിന് ജയിച്ചു. ചാത്തന്നൂർ ജയിച്ചു, നേമത്ത് ജയിച്ചു, കഴക്കൂട്ടത്ത് ജയിച്ചു. ഈ 3 സ്ഥലവും BJPക്ക് ലഭിച്ചപ്പോൾ BJPക്ക് മനസ്സിലായത് എന്താ സുഹൃത്തുക്കളെ? CPM തകർന്നാലേ BJPക്ക് വളരാൻ കഴിയൂ.
അല്ലെങ്കിൽ CPM-ന്റെ വോട്ട് പിടിച്ചാലേ BJPക്ക് കേരളത്തിൽ വളരാൻ കഴിയൂ എന്ന് BJPക്ക് ബോധ്യമായി. കാരണം ചാത്തന്നൂരിലും നേമത്തും കഴക്കൂട്ടത്തും CPM-ന്റെ വോട്ടാണ് BJPയിലേക്ക് പോയത്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് മനസ്സിലായി കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള സംവിധാനം ഇനി കേരളത്തിൽ നടക്കാൻ പോകില്ല. കാരണം ക്രിസ്ത്യാനികളുടെ വോട്ടും കിട്ടില്ല, മുസ്ലിങ്ങളുടെ വോട്ടും കിട്ടില്ല. അപ്പോൾ ഇനി വളരണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്താണ്? ആ വഴി CPM-ന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിയണം. അങ്ങനെ കടന്നു കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് തങ്ങൾ ജയിച്ച 3 സീറ്റും CPM-ൽ നിന്ന് പിടിച്ചെടുത്തതാണ് എന്ന് അവർക്ക് ബോധ്യമായത്. അതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പല ജില്ലകളിലും BJP പിടിച്ചെടുത്ത സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും CPM-ൻ്റെതായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നത് CPM-ൻ്റെ വോട്ട് പിടിച്ചെടുത്തുകൊണ്ടാണ്, CPM-ൻ്റെ സീറ്റുകളിൽ അവരെ തോൽപ്പിച്ചുകൊണ്ടാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ, കണ്ണൂർ കോർപ്പറേഷനിൽ അവിടെയൊക്കെ തന്നെ CPM-ൻ്റെ സീറ്റുകളാണ് BJP UDF-ൻ്റെ സീറ്റുകളെക്കാൾ കൂടുതൽ പിടിച്ചെടുത്തത്. അതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി, കേരളത്തിൽ ഇനി വളരണമെങ്കിൽ CPM-ൻ്റെ വോട്ട് പിടിക്കണം, CPM-നെ തകർക്കണം. അപ്പം ആ ഒരു കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ ED-യുടെ അന്വേഷണത്തിലൂടെയൊക്കെ ഇപ്പോൾ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. CPM-നെ പിടിക്കാൻ, പിണറായി വിജയനെയും മകളെയും പിടിക്കാൻ ഏറ്റവും നല്ല ഒരു വജ്രായുധം, ഒരു തുറുപ്പ് ചീട്ട് മാസപ്പടി കേസാണ് എന്നവർ പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കി. കാരണം ഈ കേസിൽ വീണയ്ക്കും വിജയനുമെതിരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകളുണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവർക്ക് SFIയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അറിയാമായിരുന്നു. SFIയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ വലിയ തോതിൽ മകളും അച്ഛനും അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് വരാൻ എളുപ്പമായി. അവരുടെ വരവിനുള്ള വാതായനം അച്ഛനും മകളും കൂടി തുറന്നിട്ട് കൊടുത്തു. ആ തുറന്നിട്ട് കൊടുത്ത വാതായനത്തിലൂടെ എത്രയും പെട്ടെന്ന് ED കടന്നു വന്നു. ഇത്ര ചടുലമായിട്ടാണെന്ന് നോക്കി. മെയ് 26-ന് കേസിൻ്റെ വിധി വന്നു. മെയ് 27-ന് രാവിലെ 6:15 മുതൽ റെയ്ഡ് തുടങ്ങി. അപ്പോൾ 26 ഉച്ചയായപ്പോഴത്തേക്ക് വിധി വന്നു. അപ്പം മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. രാത്രി വൈകിയും തയ്യാറെടുപ്പുകൾ തുടർന്നു. പിറ്റേ ദിവസം 6 മണി മുതൽ റെയ്ഡ് നടന്നു. അപ്പോൾ വളരെ കൃത്യമായി പിണറായി വിജയനെ പിടിക്കാൻ, CPM-നെ പിടിക്കാൻ BJP തീരുമാനിച്ചു എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അതിനുശേഷം ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് കരിമണൽ കമ്പനി ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ടുണ്ട്. അതിനെയും അതിശക്തമായി എതിർക്കാനാണ് ED-യുടെ തീരുമാനം. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് ഈ കേസ് എൻ്റെ അന്വേഷണം മരവിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് അന്വേഷണത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഔട്ടായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം സംബന്ധിച്ചിട്ടുള്ള BJPയുടെ നയത്തിൽ വന്നിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ് ED. അതായത് കഴിഞ്ഞ 5 വർഷക്കാലം വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ED വിജയനെ ഡംപ് ചെയ്യാൻ തീരുമാനിച്ചതും വിജയനെയും മകളെയും അകത്താക്കാൻ തീരുമാനിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 5 വർഷക്കാലം, അതിൽ കൂടുതൽ കാലമായിട്ട് BJP വിചാരിച്ചിരുന്നത് കോൺഗ്രസ് മുക്ത കേരളം അത് നടപ്പിലാവില്ല എന്നവർക്ക് മനസ്സിലായി. ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരിപൂർണമായി UDF-ൻ്റെ ഭാഗത്തേക്ക് മാറിയതോടുകൂടി കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് അസംഭാവ്യമാണ് എന്നവർക്ക് മനസ്സിലായി. അതേസമയം തന്നെ അവർക്ക് ലഭിച്ച 3 സീറ്റും CPM-ൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് CPM-നെ പൊളിക്കണം എന്നുള്ള ഒരു നയത്തിലേക്ക് അവർ മാറി. അങ്ങനെ മാറിയപ്പോൾ അവർക്ക് കിട്ടിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുറുപ്പ് ചീട്ട്, വജ്രായുധം, അതാണ് മാസപ്പടി കേസ്. ആ മാസപ്പടി കേസിൽ മകൾക്കും അച്ഛനുമെതിരെ അടിമുടി തെളിവുകളുണ്ട് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിറങ്ങിയിരിക്കുന്നത്. SFIയുടെ അന്വേഷണം നിൽക്കുകയാണ്. അതിൽ സമൻസ് അയക്കാൻ പോയപ്പോഴത്തേക്കാണ് ഡൽഹി ഹൈക്കോടതിയിൽ പോയി ആ കേസ് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് കരിമണൽ കർത്താവിൻ്റെ കമ്പനി ശ്രമിച്ചത്. അത് 24 തവണ മാറ്റിവെച്ചു. പക്ഷേ അത് ജൂലൈയിൽ വരികയാണ്. ആ കേസിലും ശക്തമായി SFI നിലപാടെടുക്കുകയും ആ കേസ് തള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ ഉടനടി SFI അന്വേഷണത്തിനും മകൾക്ക് സമൻസ് പോകും.
അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മകളുടെ HDFCയിലെ ലോക്കർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മകളുടെ സ്വത്തുവകകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നു. മകളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഫോറൻസിക് പരിശോധന നടക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ SFIയുടെ അന്വേഷണത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകും. ഒരുപക്ഷെ നാളെ CBI അന്വേഷണം പോലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്ര ശക്തമായി ഈ കേസിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിജയനോടും മകളോടും CPMനോടുമുള്ള BJPയുടെ നയത്തിലുണ്ടായിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റമാണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. CPMനെ തകർത്താൽ മാത്രമേ BJPക്ക് ഇവിടെ വളരാൻ കഴിയൂ എന്ന് BJPക്ക് ബോധ്യമായിരിക്കുന്നു. അവിടെ അവർക്ക് കിട്ടിയ വജ്രായുധമാണ് തെളിവുകളാൽ ഈ പറഞ്ഞ പോലെ വിജൃംഭിതമായിട്ടുള്ള മാസപ്പടി കേസിലെ അന്വേഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിജയനും മകൾക്കും CPMനും ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് നല്ല കാലമല്ല എന്നതിൻ്റെ അപകടകരമായിട്ടുള്ള സൂചനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷണത്തിൽ കാണിക്കുന്ന ഒരു അമിത ആവേശം എന്ന് CPMന്റെ അണികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.